President of Kerala Samajam, please come to the stage. Board of Trustee Chairman Sunny Panikkar, please come to the stage. Chief Guest Honorable Judge of Fort Bend County, Texas, K.B. George. Secretary Saji Abraham, Treasurer Vinod KRK, Secretary Saji Abrahamine, welcome. Kerala Samajam, Amerikile, Adya Sangadanalil Petta, ഒരു സംഘടനയാണെന്നുള്ളത് ഇവർക്കും അറിയാം. അതിൻ്റെ 2024 വർഷത്തിലെ പ്രവർത്തനോദ്ഘാടനവും ഈസ്റ്റർ വിഷു സെലിബ്രേഷനുമാണ് ഇന്നിവിടെ നടത്തപ്പെടുന്നത്. ഒറ്റ വാക്കിൽ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് പ്രസിഡൻഷ്യൽ സ്പീച്ചാണ്. പ്രസിഡന്റിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട വിശിഷ്ട അതിഥി ഓണറബിൾ ജഡ്ജ് കെ.പി. ജോർജ് ആൻഡ് റോക്ക്ലാൻഡ് കൗണ്ടി ലെജിസ്ലേറ്റർ ഡോക്ടർ ആരി പോൾ, അവർ ചെയർമാൻ സണ്ണി പണിക്കർ, മറ്റു വിശിഷ്ട അതിഥികളെ, മലയാളികളുടെ ഒരു സാംസ്കാരിക സംഘടനയാണ് കേരള സമാജം ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്ക്. ഏറ്റവും ആദ്യത്തെ കേരളത്തിന് വെളിയിലുള്ള മൂന്നാമത്തെ സംഘടന, ആദ്യമായി സ്ഥാപിതമായ മലയാള സംഘടന, കേരളീയ സംഘടന എന്ന ഖ്യാതിയാണ് കേരള സമാജം ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്കിന് ഉള്ളത്. ജാതിയുടെയും മതത്തിന്റെയും നീരാളിപ്പിടുത്തത്തിന് പുറത്തായിട്ട് സാംസ്കാരികമായും സാമൂഹികമായിട്ടും മലയാളികളെ ഒന്നിച്ചു നിർത്തുക എന്നുള്ള ഒരു വലിയ കർത്തവ്യമാണ് നമ്മുടെ ഈ കേരള സമാജം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഈ ന്യൂയോർക്കില് കേരള സമാജത്തിന് ചെയ്യാനുള്ള കർത്തവ്യം, ഇങ്ങനെ അവിടെ ഇവിടങ്ങളായി കുടുങ്ങിക്കിടക്കുന്നവരെ, ഇടുങ്ങിയ മനസ്സിലുള്ളവരെ പുറത്തേക്ക് കൊണ്ടുവരാനും ഇവിടെ നല്ലൊരു സമൂഹം, കേരളീയ സമൂഹം കെട്ടിപ്പടുക്കണം. ഇവിടെ ഓണമൊക്കെ വന്നാൽ ആയിരക്കണക്കിന് മലയാളികൾ പങ്കെടുക്കുന്ന ഒരു ഓണം ന്യൂയോർക്കിൽ ഉണ്ടാവണം. അങ്ങനെ ന്യൂയോർക്ക് ഉണരണം, മലയാളികൾ ഇവിടെ ഉണരണം. അതാവട്ടെ കേരള സമാജത്തിന്റെ കർത്തവ്യം. അതിനെ നമുക്ക് കൂടുതൽ ആളുകളെ കേരള സമാജത്തിലേക്ക് ചേർക്കാം, കൂടുതൽ ആളുകളെ ഇതിലേക്ക് ക്ഷണിക്കാം. നമുക്ക് ഇതിലൂടെ നമ്മുടെ കേരളീയമായ പൈതൃകം, അതുപോലെ തന്നെ അമേരിക്കയുടെ ഗുണങ്ങളും അതിന്റെ വാല്യൂകളും സാംസ്കാരിക മൂല്യങ്ങളും നമുക്ക് ഉയർത്തിപ്പിടിക്കാം. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് വിഷുവിന്റെയും ഈസ്റ്ററിന്റെയും സന്ദേശങ്ങൾ നമുക്ക് നൽകാൻ നമ്മുടെ ബഹുമാനപ്പെട്ട ജഡ്ജ് ഇവിടെയുണ്ട്. പ്രത്യേക ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ പ്രസംഗം ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. അടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ സണ്ണി പണിക്കറിനെ ക്ഷണിക്കുകയാണ്. അമേരിക്കൻ മലയാളികൾ സംഘടനയായ കേരള സമാജം ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്ക് 1972 ജൂണിൽ രൂപം കൊണ്ടു. ആദ്യത്തെ പ്രസിഡന്റായിരുന്ന പ്രൊഫസർ ചെറിയേരി സാർ ദീപം ഇന്നും അണയാതെ കാലാകാലങ്ങളായി ഞങ്ങൾ സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇനിയും മുന്നോട്ട് പോകുവാൻ വേണ്ടി കേരള സമാജത്തിന്റെ 2024 പുതിയ ഭാരവാഹികളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. പേര് വിളിക്കുമ്പോൾ ഭാരവാഹികൾ മുന്നോട്ട് വരണേ. ലാംപ് ലൈറ്റിംഗ് സെറമണിയാണ്. ലാംപ് ലൈറ്റിംഗ് സെറമണിക്ക് ദീപം തെളിക്കുന്നതിനായിട്ട് നമ്മുടെ ചീഫ് ഗസ്റ്റ് ഓണറബിൾ ജഡ്ജ് കെ.പി. ജോർജിനെ ക്ഷണിക്കുകയാണ്. Special guest Dr. Annie Paul, President C.B. David, Board of Trustee Chairman Sunny Panikkar, Cheruveli sir,
Secretary Saji Abraham. Treasurer Vinod KRK. നമ്മുടെ ചീഫ് ഗസ്റ്റിനെ പരിചയപ്പെടുത്തുന്നതിനും ഈസ്റ്റർ വിഷു സന്ദേശം നൽകുന്നതിനും ഈ പരിപാടി ഇനോഗ്രേറ്റ് ചെയ്യുന്നതിനുമായിട്ട് കോരസൺ വർഗീസിനെ ഗസ്റ്റ് ഇൻവിറ്റേഷൻ പ്ലീസ് കം ടു ദ സ്റ്റേജ്. ഈസ്റ്ററിന്റെയും തളിർക്കുന്ന കൊന്നപ്പൂക്കളുടെയും വിഷുക്കണിയുടെയും നല്ല മധുരിക്കുന്ന ഓർമ്മകൾ എല്ലാവർക്കും ആദ്യമേ തന്നെ ആശംസിക്കുകയാണ്. KP ജോർജ് എന്ന് പറയുന്ന വ്യക്തി എനിക്ക് ഏതാണ്ട് 30 വർഷമായിട്ട് പരിചയമുണ്ട്. ജഡ്ജ് KP ജോർജ് എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കാത്ത അദ്ദേഹത്തിന്റെ പൊസിഷൻ ചിലർക്കെങ്കിലും ഉണ്ട് എന്നുള്ളൊരു ധാരണയിൽ അല്ലെങ്കിൽ മിഥ്യാധാരണയിൽ അത് മാത്രം ഒന്ന് പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇന്ന് അമേരിക്കയിൽ അമേരിക്കൻ മലയാളികളിൽ അമേരിക്കയുടെ ടോപ്പ് മോസ്റ്റ് എക്സിക്യൂട്ടീവ് പൊസിഷനിൽ വഹിക്കുന്ന ആ ഒരു നിലയിൽ വഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ശ്രീ KP ജോർജ്. എനിക്ക് അറിയാവുന്ന ശ്രീ KP ജോർജ് ഈസ് എ മാൻ ഓഫ് ഫെയ്ത്ത്. അദ്ദേഹത്തിന്റെ ഡെസ്കിൽ എപ്പോഴും ഒരു ബൈബിള് ഇങ്ങനെ സൂക്ഷിക്കാറുണ്ട്. ദൈവത്തിന് നിരക്കാത്ത ഒരു പരിപാടിക്കും ഒരു ചിന്തയ്ക്കും അദ്ദേഹം വഴങ്ങാറില്ല. എപ്പോഴും ആ ബൈബിളിന്റെ പുറത്ത് കൈവച്ചാണ് അദ്ദേഹത്തിന്റെ ദിനചര്യകൾ ആരംഭിക്കുന്നത്. ഇനിയും നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ മറ്റൊരു വ്യക്തിയായിട്ടായിരിക്കും അത് വളരെ അമേരിക്കയുടെ ഉന്നത നിലവാരത്തിലുള്ള ഒരു പൊസിഷനിലായിരിക്കും എന്നുള്ളത് എനിക്ക് വളരെയധികം പ്രതീക്ഷയുണ്ട്. 1 മില്യൺ അധികം ആൾക്കാരുടെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതീക്ഷയില്ലാത്ത നിമിഷങ്ങളിൽ ഒരവസാന തീരുമാനമെടുക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ KP ജോർജ്, ഇന്ന് നമ്മുടെ മുഖ്യ അതിഥി. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സന്തോഷപൂർവ്വം ആദരപൂർവ്വം അദ്ദേഹത്തെ ഈ യോഗത്തെ അഭിസംബോധന ചെയ്യുവാനും ഈ യോഗം ഉദ്ഘാടനം ചെയ്യുവാനുമായിട്ട് ഞാൻ ക്ഷണിക്കുന്നു. സോ വൺ തിങ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഉത്സവങ്ങളും ഈ നമ്മളുടെ ട്രഡീഷനുകളിലും ഒക്കെ അതിൽ നിന്നൊക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഉൾക്കൊള്ളണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈസ്റ്റർ, ഇവിടെ ഇരിക്കുന്ന ക്രിസ്ത്യൻ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിനോട് ഞാൻ എന്തോന്ന് ഈസ്റ്ററിനെ കുറിച്ച് പറയാം. ബട്ട് ഐ ആം സോ ഹാപ്പി വി ജസ്റ്റ് സെലിബ്രേറ്റഡ് ഈസ്റ്റർ. അതുപോലെ തന്നെ നമുക്കറിയാം ക്രിസ്ത്യാനി ആൾക്കാർ കേരളത്തിൽ നിന്ന് വരുന്നവർ നമ്മൾ ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറയും. വെസ്റ്റേൺ വേൾഡ് അതിനെ ഗുഡ് ഫ്രൈഡേ എന്ന് പറയും. ഇറ്റ് ഈസ് ടൈം ഫോർ us to change it to Good Friday. It is not ദുഃഖ വെള്ളിയാഴ്ച in my opinion, because Jesus came here to fulfill that duty. If he wasn't crucified, if he wasn't resurrected, none of us were going to be Christians. So I am so happy he did that, and that was his duty. So it is an amazing time. അതിന്റെ അന്തസ്സത്തെ ഉൾക്കൊള്ളാൻ അദ്ദേഹം നമുക്ക് തന്നു. അതുപോലെ തന്നെ നമുക്കറിയാം ശിഷ്യന്മാരുടെ കാല് കഴുകിയിട്ട് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ പോയി ഞാൻ നിങ്ങളോട് ചെയ്തത് മറ്റുള്ളവരോട് ചെയ്യാനാണ്. പലപ്പോഴും നമ്മളുടെ സഭകളിലും നമ്മളുടെ സമൂഹങ്ങളിലും ബൈ ദ വേ ഇതൊന്നും പറയുമ്പം എനിക്കെന്തെങ്കിലും സഭയോടോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള എന്തെങ്കിലും എതിരുണ്ടെന്ന് വിചാരിക്കരുത്. ഞാൻ വളരെ ഈ കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ എത്ര തിരുമേനിമാര് അല്ലെങ്കിൽ എത്ര അച്ഛന്മാര് സഭയിലുള്ള ആൾക്കാരുടെ കാല് കഴിവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. തിരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. സോ it is important to learn about service, and that's what he taught. And so I hope we can take that andasatha ulkollan namukku kariyate ennaanu enikkulla prarthana. The county, why I am saying all this stuff, I just wanted to encourage, I just wanted to appreciate you guys. I just wanted to think a little bit differently about why you are who you are.
what is your purpose in this world? Because one thing, we all are raising a family, we got married, we have children, we raise a family. That's something almost everybody do. But it's all about. It's more than. Because out of 8 billion people, if you're created the way you're created, so unique, there is no second person like me or like you. If God created you, there is a purpose. There is a bigger purpose. An actual study shows the inheritance you give it to your family or your children, big amount, it only lasts 3 generations. 3 generations. Your grandson is going to lose that money because they never worked hard for that. So I decided I'm going to create a foundation, and my children are getting nothing other than an education. So I'm going to create a foundation. You will see one day a George Foundation. We have already one in Fort Bend County, but we are going to have another KP George Foundation, because I'm going to add value, because I came from nothing. I didn't have anything when I was growing up. I didn't even have a second set of good clothes. So God brought me this far, and I'm going to make sure I'm going to add value to this community, this wherever you are, and this community, so that one day we all are going to go away from here. This is the thing, and I said this, before also to many people. I remember attending a class long time ago. They said, this guy said, today we are going to have a practice where we are going to write our own obituary. We are going to write our own obituary. We are not dead, but somebody is going to write when you are dead, and we are going to write our obituary. We don't think about it. What they're going to write in your obituary. They're not going to write how much money you had, or what kind of car you drove, or what kind of house you're living in, and how much you're leaving for your children or inheritance. They're going to write how many people are better off because of you. And think about it tonight when you go home. How many people are, not about your family, how many people are better off because of it? And I just wanted to wish each and every one of you the best Vishu Ashamsagal, Easter Ashamsagal, and all that stuff. God bless you all. God bless the great country, this United States of America. Thank you. Fear of the God is the beginning of the wisdom. പിന്നെ നമ്മൾ ചെറുപ്പത്തിലെ നാട്ടില് നമ്മുടെ പാരൻസോ ടീച്ചേഴ്സോ ഒക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും, താണ നിലത്തെ നീരോടും. അത് രണ്ടുമാണ് ഇപ്പൊ നമ്മൾ കണ്ടത് കേട്ടത്. റൈറ്റ്? ഇതിലും നല്ലൊരു വിഷു ഈസ്റ്റർ സന്ദേശം നമുക്ക് കിട്ടാനില്ല. ഡൗൺ ടു എർത്ത്, ഹംബിൾ, ആ 2 മെസ്സേജ് മാത്രമല്ല നമുക്ക് കിട്ടിയത്. എങ്ങനെയാണ് ബെറ്റർ ലിവിങ്, ബീങ് ഹാപ്പി, രാവിലെ 4:45 എഴുന്നേറ്റ് ജിമ്മിൽ പോവുക, share your happiness with others, who is going to be better because of you. അങ്ങനെയുള്ള ഒരുപാട് മെസ്സേജസ് നമ്മൾ ഈസ്റ്റർ, വിഷു, റമദാൻ എല്ലാം നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുന്നു. അവിടെയാണ് നമ്മളുടെ സ്നേഹം. ഇത്രയും നല്ല മെസ്സേജ്. താങ്ക് യു വെരി മച്ച്. ഈസ്റ്റർ ആൻഡ് ഹാപ്പി വിഷു ടു ഓൾ. ഇവിടെ നമ്മുടെ ചീഫ് ഗസ്റ്റ് നല്ല ഭംഗിയായി ഈസ്റ്ററിൻ്റെയും വിഷുവിൻ്റെയും മെസ്സേജ് തന്നു. അതെല്ലാവരും ഉൾക്കൊള്ളുക, അത്ര എനിക്ക് പറയാനുള്ളൂ. ആൻഡ് ആസ് എ കൗണ്ടി ലെജിസ്ലേറ്റർ, as he's the executive and I'm one of the members of that body. We also have same rules and same job we have to follow that. Anyway, it is as he mentioned, it is important that we have a big number of people who is well educated, well qualified to be another politician. We need more politicians in New York State at least. So let us promote, all the associations can promote more people. I started with the Hudson Valley Malayali Association. I started with, I helped in position, I said National Association. It is the first step. So everybody can do it. Start your own community, charity work, give back to the community. That's the first thing you have to do. And promote all your community along with our Indian community, along with the local community too. That's the only thing you have to do. I started as a volunteer in the community. So that's the only thing. So hope for the best. Wish you again happy Easter and happy Vishu. ഫൊക്കാനയെ സംബന്ധിച്ചിടത്തോളം
കേരള സമാജം ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്ക് ഒരു അവിഭാജ്യ ഘടകമാണ്. കാരണം ആ സംഘടനയിലെ നിരവധി നേതാക്കന്മാർ ഫൊക്കാനയിൽ പല ഉന്നത പദവികളും അലങ്കരിച്ചിട്ടുണ്ട്. വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സംഘടനയാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം അമേരിക്കയുടെ പല റീജിയനിൽ നിന്നും ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ ഫൊക്കാനയുടെ മുൻ പ്രസിഡന്റ്, നിരവധി ആളുകൾ ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. കാരണം ഫൊക്കാനയോട് എപ്പോഴും ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരു സംഘടനയാണ് കേരള സമാജം ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്ക്. പിന്നെ ഇന്നത്തെ മനോഹരമായ ഈ ഈവനിങ്ങിൽ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ congratulate the new team for Kerala Samajam, and I wish very best of luck for their upcoming activities and community leadership. പിന്നെ ഫൊക്കാനയുടെ ഇപ്പൊ ഇന്നത്തെ ദിവസം വിഷു ആയതുകൊണ്ട് ചിലപ്പോൾ നമുക്കൊക്കെ നമ്മുടെ കേരള സമാജത്തിന്റെ പ്രസിഡന്റ് ഒരു വിഷു കൈനീട്ടം തരാൻ സാധ്യതയുണ്ട്. കാരണം ഈ സീസണിലെ ആദ്യത്തെ വിഷുവാണ്. വിഷു സക്സസ്ഫുൾ ആകണമെങ്കിൽ നമ്മളെല്ലാം കുട്ടികളായിരിക്കുമ്പോൾ വിഷുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വിഷു കൈനീട്ടം കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ ആ വിഷു കൈനീട്ടം കിട്ടുമ്പോൾ അത് കൂട്ടി വയ്ക്കുകയും നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മളെല്ലാവരും പോകുന്നതിന് മുമ്പ് നമുക്ക് വിഷു കൈനീട്ടം കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ ഒന്ന്, ഫൊക്കാന നമ്മുടെ കേരളത്തിലും USA-യിലും മാത്രമല്ല ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളിലും ഫൊക്കാന ഇന്റർനാഷണൽ എന്ന പേരിൽ പ്രോജക്റ്റ് തുടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ പല സംസ്ഥാനങ്ങളിലും ഫൊക്കാനയുടെ ചാപ്റ്ററുകൾ സ്ഥാപിക്കുകയും അവരുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല നല്ല കാര്യങ്ങളും കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഫൊക്കാന ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ പറയാനുള്ളത് ഇപ്പോഴത്തെ ഫൊക്കാനയുടെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഈ വരുന്ന ജൂലൈ 18, 19, 20 തീയതികളിൽ നമ്മുടെ ഫൊക്കാനയുടെ 21ാമത് അന്താരാഷ്ട്ര കൺവെൻഷൻ നടക്കുകയാണ്. അത് വാഷിംഗ്ടൺ DC-യിലുള്ള ബെത്തസ്ഡയിലെ മൺഗോമറി കൗണ്ടി കൺവെൻഷൻ ഹാൾ വെച്ചാണ് നടത്തുന്നത്. ഇവിടെ ഇരിക്കുന്ന പലരും അതിനുവേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കൺവെൻഷനിൽ നമ്മൾ വ്യാഴാഴ്ച 2 മണിക്കാണ് രജിസ്ട്രേഷൻ തുടങ്ങുന്നത്. ആ 3 ദിവസങ്ങളിലായി എല്ലാവർക്കും തന്നെ ആബാലവൃദ്ധം ജനങ്ങൾക്കും എന്റർടൈൻ ചെയ്യത്തക്ക രീതിയിലുള്ള പരിപാടികളാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ കേരള സമാജം ഇപ്പോൾ നടത്തുന്ന കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസിനെല്ലാം ഞങ്ങളുടെ ഫൊക്കാനയുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായിരിക്കുന്നതാണ്. ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന മഹാപ്രസ്ഥാനമായ ഹോമ 84 അസോസിയേഷൻ ഉള്ള ഹോമയുടെയും എൻ്റെയും പേരിലാണ്. ഇനി എനിക്ക് ഞങ്ങൾ ചെയ്ത കാര്യങ്ങളൊന്നും ഇവിടെ ഞാൻ വിശദീകരിക്കുന്നില്ല. അത് എനിക്ക് തന്ന ടൈമിൽ കൂടുതലാവും. ഞങ്ങൾ ഹോമയുടെ എന്ന മഹാപ്രസ്ഥാനത്തിന്റെ കൺവെൻഷൻ ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്ന രാജ്യത്ത് പുൻകക്കാന എന്ന സിറ്റിയിൽ നടത്തുന്നതാണ്. ഓഗസ്റ്റ് 8 മുതൽ 11 വരെ. അതിന് നിങ്ങളെല്ലാം വന്ന് പങ്കെടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും എല്ലാവർക്കും ഈ നമ്മളെ ഭരണം കൈമാറുന്ന ആ ഒരു ഇനാഗുറൽ സിനി ഡേവിഡിന്റെ നമുക്ക് അജീവിൽ ഉള്ള എൻ്റെ സഹോദരൻ സജി എബ്രഹാം, സുഹൃത്ത് KRK, അതുപോലെ ഷാജി, എല്ലാവരുടെയും കാണാൻ നമുക്കറിയാം. ഇതിന്റെ പ്രവർത്തനം വളരെ ഭംഗിയായിട്ട് അവർക്ക് ആ എനർജി ജ്വലിച്ച് നിൽക്കുന്നവരാണ്. അവർക്കെല്ലാം ആശംസ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു. What
Democratic